വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ പോളിംഗ് ശതമാനം യഥാർത്ഥത്തിൽ നഷ്ടമുണ്ടാക്കിയത് LDF-നാണ്. പോൾ ചെയ്യാതിരുന്നത് LDF-ന്റെ വോട്ടുകളാണ് എന്ന UDF വാദം ശരിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ കണക്കുകൾ. പ്രചാരണ രംഗത്തും UDF-നേക്കാൾ ഏറെ പിന്നിലായിരുന്നു LDF. വിജയസാധ്യത ഒട്ടുമില്ലാതിരുന്ന മണ്ഡലത്തിൽ പ്രവർത്തകർക്കിടയിൽ നിസ്സംഗത ഉണ്ടായി എന്ന് ഇടതുമുന്നണി നേതാക്കൾ സമ്മതിക്കുന്നു. LDF വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നു. അപ്പൊ ആ ഒരു സ്ഥാനാർത്ഥി വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ മാധ്യമ പണ കൂട്ടായ്മയൊക്കെ അതിന്റെ പിന്നാലെ ശക്തമായി നിൽക്കുമ്പോൾ LDF-ന്റെ സാധാരണ പ്രവർത്തകരെയൊക്കെ അത് കുറച്ച് നിസ്സംഗതയിലേക്ക് നയിച്ചിട്ടുണ്ട്. NDA-ക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 30,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. എന്നാൽ കഴിഞ്ഞ തവണ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായപ്പോഴാണ് 1,41,000 വോട്ടുകൾ ലഭിച്ചത്. ഇത്തവണ പുതുമുഖമായ നവ്യ ഹരിദാസ് മത്സരിക്കാനിറങ്ങിയിട്ടും 1,10,000-ലധികം വോട്ടുകൾ BJPക്ക് നേടാനായി. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷന് ലഭിച്ചിരിക്കുന്നത് 13% വോട്ടാണ്. ആ 13% അടുത്ത് തന്നെ 12%-ഓളം വോട്ട് ഈ ഒരു ഇലക്ഷനിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ എന്നും NDA-യുടെ ഈ ഒരു ഡെവലപ്മെന്റിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. UDF-ന് അപ്രമാദിത്വമുള്ള മണ്ഡലത്തിൽ മറ്റ് രണ്ട് മുന്നണികളും പോരാട്ടം പോലും ഇല്ലാതെ കീഴടങ്ങുന്ന കാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.